മലബാർ ജില്ലകളിലെ 10ാം ക്ലാസ്സിന് ശേഷമുള്ള സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. മതിയായ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കുകയും ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യുകയും വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മാർജിനൽ ഇൻക്രീസിങ്ങോ അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ സീറ്റുകളുടെ വർധനവോ മലബാർ മേഖല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി സീറ്റിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, മറിച്ച് പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ്. 10ാം ക്ലാസ്സിന് ശേഷമുള്ള മലബാർ ജില്ലകളിലെ രൂക്ഷമായ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ കണ്ണിൽ പൊടിയിടുന്ന പൊടിക്കൈകളല്ല വേണ്ടതെന്നും ശാശ്വതമായ പരിഹാര നടപടികളാണ് സർക്കാർ കൈക്കൊള്ളേണ്ടതെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ തന്നെ മാനദണ്ഡമാക്കിയ 50:1 എന്ന വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തെ അട്ടിമറിക്കുന്നതാണ് +1 ക്ലാസുകളിൽ 65 കുട്ടികളെ വരെ ഇരുത്തുന്നതെന്നും വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കാനുള്ള അവസരം ലഭ്യമാവുക എന്നതുപോലെ പ്രധാനമാണ് നീതിയും ഗുണമേന്മയുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഹയർ സെക്കൻഡറി സീറ്റിലെ മലബാറിനോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് മലബാർ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭം എന്ന തലക്കെട്ടിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശാശ്വതമായ പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ മന്ത്രിമാരെ തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ അറിയിച്ചു. ഏകജാലക പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഹയർ സെക്കൻഡറി സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിച്ച് സർക്കാരിന് സമർപ്പിച്ച കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിൽ വരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കേരള പ്രസിഡന്റ് നയീം ഗഫൂർ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് സയ്യിദ് TK, വൈസ് പ്രസിഡന്റ് KM സാബിർ അഹ്സാൻ, പ്രസിഡന്റ് ആയിഷ മന്ന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.